ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും വിലപ്പെട്ടതാണെന്നും അതിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നും പറഞ്ഞ് ചേച്ചിൻ്റെ അമ്മമ്മൻ്റെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. മഴക്കാലമായ പിന്നെ അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതിലൊരു സൈഡിലുള്ള തോട്ട് നിന്ന് ചേച്ചി എനിക്ക് മീനാണെന്ന് പറഞ്ഞൊരു സാധനം കാണിച്ചത് ഞാൻ ചാടി കയറി പിടിക്കുകയും ചെയ്ത്. അത് തവളമട്ടലായിരുന്നു കേട്ടോ. അങ്ങനെ അത് അവിടെ തന്നെ കളഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ആർക്കും വേണ്ടാത്തൊരു പേരക്കന്മാരുണ്ടായിരുന്നു. അതിന് 2 പേരക്കൊക്കെ പറഞ്ഞു. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും കഴുകാൻ പാടില്ല, അതൊക്കെ തുടച്ചിട്ട് കഴിച്ചാൽ മതി എന്നാണ് ചേച്ചി പറയുന്നത്. കടിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് സഹായത്തിന് എന്നെ വിളിച്ച്. ഇക്കാര്യത്തിലൊക്കെ ഞാൻ പുലി ആയതുകൊണ്ട് അപ്പം തന്നെ കടിച്ച് കുറച്ചങ്ങ് കൊടുത്തിട്ടു. അങ്ങനെ നേരെ വയലിലേക്ക് ഇറങ്ങി. പുല്ലിൻ്റെ ഉള്ളിലൊക്കെ വല്ല ഇഴജന്തുക്കളും ഉണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടാണ് അമ്മമ്മ വിട്ടത്. അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ പോണത്. കുറച്ചു നേരം തോട്ടിലെ വെള്ളത്തിലൊക്കെ കാലിട്ടിരുന്ന് അത് കഴിഞ്ഞിട്ട് ചേമ്പിന്റെ ഇലയിൽ വെള്ളമൊക്കെ നിറച്ച് കളിക്കാൻ നല്ല രസമാണല്ലോ. അങ്ങനെ കുറച്ചു നേരം അതൊക്കെ കളിച്ച് മടുത്തപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു പാള കിട്ടിട്ടോ. ഇനി അങ്ങോട്ടുള്ള വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തിയിട്ട് 2 കൂടി ഇറങ്ങിയതാണെന്ന്. അതെ, ഞങ്ങൾക്ക് അത് തന്നെയാണ് അസുഖം. ഇതുപോലത്തെ കുതിര കളിക്ക് ഞാനും എൻ്റെ നാത്തൂനും ബെസ്റ്റ് കോംബോ ആണെന്നാണ് കേട്ടോ അമ്മ പറയുന്നത്. പെട്ടെന്നുള്ള ആവേശത്തിൽ ഓളിനോട് ചാടി കയറി ഇരുന്നോ എന്ന് പറഞ്ഞതാണ്. ഞാനാണ് കയറി ഇരിക്കുകയും ചെയ്ത്. വലിക്കാനുള്ള ആവതില്ല നോക്ക് പിന്നെയാണ് കേട്ടോ മനസ്സിലായത്. അങ്ങനെ കുറെ നേരത്തെ ചിരിയും കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മ ചായ അടിക്കാൻ വിളിച്ചു. അങ്ങനെ ഞങ്ങളത് എണീറ്റ് പോവുകയാണേ. അവിടെ ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എണീക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിലൊന്നും തീരെ ചളിയാവാത്തോണ്ട് സേഫ് ആയിരുന്നു. ആയി കുടിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലുള്ള ബാക്കി എല്ലാവരും പാളയെ കയറ്റിയിട്ട് വലിക്കാന്ന് പറഞ്ഞിട്ടാണ് വെളി തൂക്കി പിടിച്ച് പോകുന്നത്. ഇനി എന്റെ വക കുറച്ച് എസ്തെറ്റിക് ഷോട്ടുകളാണ് കാണാൻ പോകുന്നത്. പുല്ലും പിടിച്ച് പോകുന്ന ചേച്ചി. ഇതുപോലത്തെ എന്റർടൈൻമെന്റ് ഒന്നും നമുക്ക് മാത്രം പോരാ, കുട്ടിക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങി കിടക്കുന്ന കുട്ടീനെ നീപ്പിച്ചു കൊണ്ടുവന്നതാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എന്റെ മന്തിപ്പാണോ അതോ പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല. കുട്ടീൻ്റെ മൊത്തം വലിയ എക്സ്പ്രഷൻ ഒന്നും വരുന്നില്ല. അങ്ങനെ കുട്ടിക്ക് ധൈര്യത്തിന് വേണ്ടി ഞാനും കയറിയിരുന്നു. അങ്ങനെ ഞങ്ങളെ 2 കൂടിയാണ് കേട്ടോ പിന്നെ ചേച്ചി വലിച്ചത്. കുറച്ചു നേരം റോട്ടുമ്പോൾ ഇങ്ങനത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെയും കുളത്തിലേക്ക് പോയി. കാരണം കുട്ടിക്ക് കുറച്ചു നേരം വെള്ളത്തിലും കൂടി കളിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. അമ്മമാർ ഇത്തരം അവസരങ്ങൾ കൊടുത്തില്ലെങ്കിലും നമ്മൾ മേമമാരാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പ്രചോദനമാകേണ്ടത്. വെള്ളം കണ്ടപ്പോഴേക്കും കുട്ടീൻ്റെ ഉറക്കമൊക്കെ പോയിട്ടോ. പിന്നെ സ്വർഗ്ഗം കിട്ടിയ സന്തോഷമായിരുന്നു. ഓടി നടന്ന് വെള്ളത്തിൽ കളിക്കുകയാണ്. പിന്നെ സന്ധ്യ ആയപ്പോഴേക്ക് തിരിച്ചു കയറ്റാൻ നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് പണി കിട്ടിയത് മനസ്സിലായത്. എന്തുകൊണ്ടാണ് കുട്ടീനെ വെള്ളത്തിൽ ഇറക്കണ്ടെന്ന് കുട്ടീൻ്റെ അമ്മ പറഞ്ഞത് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇത് വെള്ളം കണ്ടാൽ പിന്നെ പെണ്ണ് തിരിച്ചു കയറൂല, അതിനെയാണ് കാര്യം. അങ്ങനെ ഒരുവിധം പറഞ്ഞൊപ്പിച്ചിട്ടാണ് അതിനെ തിരിച്ചു കയറ്റിയത്. പിന്നീട് അങ്ങോട്ട് മാമിയും മോളും കൂടിയുള്ള ഒരു മത്സര ഓട്ടം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു വൈകുന്നേരം അങ്ങനെ കഴിഞ്ഞു പോയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.